ലൈംഗിക പീഡനക്കേസിൽ സുപ്രീം കോടതിയിൽ നിന്ന് അനുകൂല വിധി സമ്പാദിച്ച നടൻ സിദ്ദിഖ് അഭിഭാഷകനെ കാണാൻ എത്തി. അറസ്റ്റ് തടഞ്ഞതിന്റെ രണ്ടാം ദിവസം സിദ്ദിഖ് മാധ്യമങ്ങൾക്ക് മുന്നിലും എത്തി. വിവരങ്ങളുമായി ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അഭിഭാഷകനുമായി അടക്കം സിദ്ദിഖ് കൂടിക്കാഴ്ച നടത്തി. ദിവസങ്ങളോളം ഒളിവിൽ എന്ന് പോലീസ് പറയുകയും ലുക്കൌട്ട് നോട്ടീസ് പുറപ്പെടുവിക്കുകയും ചെയ്ത സിദ്ദിഖാണ് ഇപ്പോൾ പുറത്തിറങ്ങിയിട്ടുള്ളത്. എന്താണ് വിവരങ്ങൾ? അഭിലാഷ്, രണ്ടാഴ്ചത്തെ മുൻകൂർ ജാമ്യം നൽകിയിരുന്ന ഇളവിൽ സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയ ഇളവിലാണ് ഇപ്പോൾ സിദ്ദിഖ് പുറത്തിറങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. സിദ്ദിഖ് കൊച്ചിയിൽ തന്നെ ഉണ്ടായിരുന്നു എന്നുള്ള വിവരങ്ങൾ തന്നെയാണ് പുറത്തുവരുന്നത്. എന്തായാലും രണ്ടാഴ്ച സുപ്രീം കോടതി മുൻകൂർ ജാമ്യം നൽകിയിട്ടുണ്ട്. രണ്ടാഴ്ചത്തേക്ക് സിദ്ദിഖിനെ അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശവും സുപ്രീം കോടതി വെച്ചിട്ടുണ്ട്. അത് നടി 8 വർഷം മുൻപ് നടന്ന സംഭവത്തിൽ ഇപ്പോൾ പരാതി ഉന്നയിച്ച് വരുന്നതും അതുമായി ബന്ധപ്പെട്ട സർക്കാർ സ്വീകരിച്ച നിലപാടും വ്യക്തമാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സുപ്രീം കോടതി ഈ രണ്ടാഴ്ചത്തെ ഇളവ് നൽകിയിരിക്കുന്നത്. അത് ശരിക്കും നിയമവൃത്തങ്ങൾ പറയുന്നത് ഇങ്ങനെയാണ്: അത് സിദ്ദിഖിന് നൽകിയ ഇളവല്ല, സർക്കാരിന് ഇത് വിശദീകരിക്കാനും അതിന് സർക്കാരിന് നേരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് സർക്കാരിന് ഈ കാര്യം എന്തുകൊണ്ടാണ് ഇത്തരം കാര്യങ്ങളിൽ നടപടിയെടുക്കാത്തത്, അല്ലെങ്കിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്നുള്ള കാര്യങ്ങൾ വ്യക്തമാക്കാനുള്ള സമയമാണ്. അതിനുശേഷം അതിൽ വ്യക്തത വരുത്തിയതിനു ശേഷം ജാമ്യാപേക്ഷയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് പോകാമെന്ന് തന്നെയാണ് സുപ്രീം കോടതി പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അഡീഷണൽ സോളിസിറ്റർ ജനറൽ സംസ്ഥാനത്തിന് വേണ്ടി ഹാജരായ അഡ്വക്കേറ്റ് വ്യക്തമാകേണ്ടുന്ന ഒരു അവസ്ഥയുണ്ട്. അത് വ്യക്തമാക്കിയ ശേഷം, അതായത് അതുകൊണ്ട് തന്നെ സിദ്ദിഖിന് ഇക്കാര്യത്തിൽ ലഭിച്ചിരിക്കുന്നത് ഒരു ഇളവല്ല, ആനുകൂല്യമല്ല, ഒരു ഇളവ് മാത്രമാണ്. ഇളവ് എന്ന് പറയുമ്പോൾ അത് സർക്കാരിനെ വിമർശിച്ച സാഹചര്യത്തിലുണ്ടായ, അത് വെളിപ്പെടുത്താനുണ്ടായ ഒരു സമയക്രമം മാത്രമാണ് എന്നാണ് നിയമവൃത്തങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ രൂക്ഷമായിട്ടുള്ള ഒരു ലൈംഗിക ആരോപണമാണ് സിദ്ദിഖിനെതിരെ ഉയർന്നിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇതിൽ ശക്തമായ നടപടികൾ ഉണ്ടാകാനുള്ള സാധ്യതയും വിദൂരത്തല്ല എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ സിദ്ദിഖ് ഇതുമായി ബന്ധപ്പെട്ട നിയമോപദേശം തേടാൻ അഡ്വക്കേറ്റ് ബി രാമൻപിള്ളയുമായി കൂടിക്കാഴ്ച നടത്തിയെന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. സിദ്ദിഖിന്റെ ഒപ്പം മകൻ ഷഹീനും ഉണ്ടായിരുന്നു. ഷഹീന്റെ സുഹൃത്തുക്കൾ ഉൾപ്പെടെയുള്ള ആളുകളെ പോലീസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യത്തിലേക്ക്, അതായത് സിദ്ദിഖിന് സിം കാർഡും ഡോങ്കിളും എത്തിച്ചു കൊടുത്തത് അവരാണ് എന്നുള്ള സാഹചര്യത്തിലേക്ക്, എന്നുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടാണ് പോലീസ് അവരെ കസ്റ്റഡിയിലെടുത്തതും ചോദ്യം ചെയ്തത്. ഇത് വീട്ടുകാരുടെ പരാതിയെ തുടർന്നാണ് പിന്നീട് അവരെ വിട്ടയക്കുന്ന അവസ്ഥയിലേക്ക് എത്തിയത്. അത്തരമുള്ള, അതായത് സിദ്ദിഖിനെ 24-ാം തീയതി മുൻകൂർ ജാമ്യം ഹൈക്കോടതി തള്ളുന്നു. അപ്പോൾ മുതൽ സിദ്ദിഖ് ഒളിവിലാണ്. സിദ്ദിഖിന്റെ ഫോൺ കൊച്ചി പാലാരിവട്ടത്ത് വെച്ച് സ്വിച്ച് ഓഫ് ആകുന്നു എന്നുള്ള വിവരം മാത്രമേ സൈബർ പോലീസിന് തരാനാകുന്നുള്ളൂ. സിദ്ദിഖിന്റെ കൊച്ചിയിലെ 2 വീടുകളിൽ, ആലപ്പുഴയിൽ, ആലുവയിലെ ഹോട്ടലിൽ തുടങ്ങിയിടത്തെല്ലാം തെരച്ചിൽ നടത്തുന്നു. ഇവിടെ ഉണ്ടെന്ന് അനുമാനിക്കുന്നു. ഈ തരത്തിലുള്ള നാടകങ്ങളൊക്കെ കണ്ടു എന്ന് തന്നെയാണ് പൊതുസമൂഹം വിലയിരുത്തുന്നത്. അതുകൊണ്ട് തന്നെ സിദ്ദിഖിനെ ഒളിവിൽ പോകാനും അതെങ്കിലും സിദ്ദിഖിന് മുൻകൂർ ജാമ്യം തേടാനുമുള്ള സാഹചര്യവും സാവകാശവും ഒരുക്കി കൊടുത്തതാണ് പോലീസ്. അത് ഉന്നത ഉദ്യോഗസ്ഥരുടെ അറിവോട് കൂടിയാണ് എന്ന SITയുടെ ഭാഗത്തു നിന്നും വിമർശനമുണ്ടായിട്ടുണ്ട്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ SITയെ സിദ്ദിഖിന്റെ സുപ്രീം കോടതിയിലെ മുൻകൂർ ജാമ്യം ലഭിക്കുന്നത്, അല്ലെങ്കിൽ മുൻകൂർ ജാമ്യം തേടാനുള്ള ഒരു സാവകാശത്തിന് വേണ്ടി അതിനുശേഷം മതി നടപടികൾ എന്ന് തീരുമാനിക്കുകയും SITയെ തിരിച്ചു വിളിക്കുകയും ചെയ്യുന്ന സാഹചര്യങ്ങൾ വരെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും സിദ്ദിഖുമായി ബന്ധപ്പെട്ടിട്ടുള്ള, അതായത് നടിയെ ആക്രമിച്ച കേസിൽ, ആക്ട്രസ് കേസിൽ അഡ്വക്കേറ്റ്, അതായത് ദിലീപിന്റെ അഡ്വക്കേറ്റ് ബി രാമൻപിള്ള തന്നെയാണ് ഇതിലും നിയമോപദേശം തേടാനായി സിദ്ദിഖ് സമീപിച്ചത്. നേരത്തെയും ഈ കേസിൽ മുൻകൂർ ജാമ്യം തേടുന്നതുമായി ബന്ധപ്പെട്ടും സിദ്ദിഖ് ഇക്കാര്യത്തിൽ നിയമോപദേശം തേടിയത് ബി രാമൻപിള്ളയുമായിട്ടാണ്. മാത്രമല്ല സുപ്രീം കോടതിയിൽ മുകുൾ റോത്തഗിയാണ് സിദ്ദിഖിന് വേണ്ടി ഹാജരായത്. അങ്ങനെ മുതിർന്ന അഭിഭാഷകരുടെ, അല്ലെങ്കിൽ വലിയ ഫീസ് ഈടാക്കുന്ന അഭിഭാഷകരുടെ ഒക്കെ സഹായം തേടുകയാണ് സിദ്ദിഖ് ഈ കേസിൽ എന്നാണ് അതായിരുന്നല്ലോ പ്രത്യേകിച്ച് ചോദ്യം ചെയ്യപ്പെട്ട പശ്ചാത്തലം. അതായത് ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് വലിയ വിമർശനം ഉണ്ടാകുന്നു, അതിരൂക്ഷമായ വിമർശനം ഉണ്ടാകുന്നു. സിദ്ദിഖിനെ കസ്റ്റഡിയിലെടുക്കുക തന്നെ വേണമെന്ന് കോടതി പരാമർശിക്കുന്നു. അങ്ങനെ മുൻകൂർ ജാമ്യം തള്ളുന്നു. അതിനുശേഷം ഏതാണ്ട് ഒരാഴ്ചയോളം സമയമുണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസമാണ് സുപ്രീം കോടതി സിദ്ദിഖിന് മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിച്ചത്. അതുവരെ സിദ്ദിഖ് എവിടെയെന്ന് കണ്ടെത്താൻ പോലീസ് സംവിധാനത്തിന് സാധിക്കാതെ പോയി എന്നത് വലിയ തോതിൽ വിമർശനത്തിന് വഴിയൊരുക്കിയിരുന്നു. ഇന്നലെ മുൻകൂർ ജാമ്യം, സാങ്കേതികമായി അതിനെ ഇടക്കാല ജാമ്യമെന്നോ ഇടക്കാല ആശ്വാസമെന്നോ പറയാമെങ്കിൽ പോലും ഉടൻ തന്നെ സിദ്ദിഖ് വീണ്ടും
അഭിഭാഷകനുമായി കൂടിക്കാഴ്ച നടത്തിയേക്കുമെന്ന തരത്തിലൊക്കെയുള്ള സൂചനകളുണ്ടായിരുന്നു. പക്ഷേ അതെങ്ങനെയാണ് ഈ ഒളിവിലുള്ള ഒരു സിദ്ദിഖിന് ഇത്ര പെട്ടെന്നൊക്കെ പ്രത്യക്ഷപ്പെടാൻ സാധിക്കുക എന്ന സംശയമടക്കം പൊതുസമൂഹത്തിൽ നിന്നും ഉയർന്നിരുന്നു. ഇപ്പോഴും മണിക്കൂറുകൾക്കകം തന്നെ സിദ്ദിഖ് പുറത്തേക്ക് എത്തുന്ന സാഹചര്യം ഉണ്ടാകുന്നു. അതായത് സിദ്ദിഖ് ഈ പരിസര പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിരുന്നു എന്നല്ലേ അപ്പോൾ അനുമാനിക്കേണ്ടി വരുന്നത്? കാരണം ലുക്കൌട്ട് നോട്ടീസ് അടക്കം പുറപ്പെടുവിച്ച പശ്ചാത്തലമുണ്ട്. തീർച്ചയായിട്ടും അഭിലാഷ്, കാരണം ഇന്നലെയാണ് മുൻകൂർ ജാമ്യവും ബന്ധപ്പെട്ടുള്ള വിധി വരുന്നത്. സുപ്രീം കോടതിയിൽ നിന്ന് മകൻ ഷഹീനാണ് ഡൽഹിയിൽ ഇതുമായി ബന്ധപ്പെട്ട് ഹാജരായത്. മാത്രമല്ല SIT ഭാഗമായിട്ട് മെറിൻ ജോസഫ് അവിടെ ഡൽഹിയിൽ സുപ്രീം കോടതിയിൽ എത്തിയിരുന്നു, കാര്യങ്ങൾ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഏത് സാഹചര്യത്തിലാണ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവരുന്നതും അതല്ലെങ്കിൽ ആ സാഹചര്യത്തിൽ എങ്ങനെയാണ് ഈ കേസുകളുടെയൊക്കെ അന്വേഷണ ചുമതല SIT വന്നതും എന്നുള്ള ഒരു സാഹചര്യമൊക്കെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടായിരുന്നു മെറിൻ ജോസഫ് ഡൽഹിയിൽ എത്തിയത്. പക്ഷേ ഇതൊക്കെ ഈ സാഹചര്യത്തിലൊക്കെയും ഇതൊക്കെ വെളിപ്പെടുത്തുമ്പോൾ പോലും ഇവിടെ വ്യക്തം, അതായത് സംസ്ഥാന സർക്കാരിന്റെ ഭാഗം ചോദ്യം ചെയ്തുകൊണ്ടാണ് അഭിലാഷ് ഉന്നയിച്ചതുപോലെ ഹൈക്കോടതി അതിരൂക്ഷമായി വിമർശനം ഉന്നയിച്ച ഒരു സാഹചര്യമാണ്. നടിയുടെ സ്വഭാവ ദൂഷ്യത്തെപ്പറ്റി അതല്ലെങ്കിൽ അവർ പരാതിപ്പെടാതിരുന്നതിനെ പറ്റി, കാലതാമസത്തെപ്പറ്റി ഇതൊന്നും ചോദ്യം ചെയ്യേണ്ട ആവശ്യമില്ല. അവർ ലൈംഗിക അതിക്രമത്തിന് ഇരയായിട്ടുണ്ടോ എന്നുള്ള കാര്യം മാത്രമേ ഇവിടെ അതിന് മാത്രമേ പ്രയോറിറ്റി ഉള്ളൂ എന്ന് ഹൈക്കോടതി പറഞ്ഞയിടത്താണ് സുപ്രീം കോടതി ഈ കാലതാമസമുണ്ടായത് ചോദ്യം ചെയ്യുന്നത്. അത് ചോദ്യം ചെയ്തത് നടിയുടെ അഭിഭാഷകയോടല്ല, ചോദ്യം ചെയ്തത് സംസ്ഥാനത്തിനോടല്ല. സംസ്ഥാന സർക്കാർ അതിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന കാര്യമാണ് ചോദ്യം ചെയ്തത്. അപ്പോഴാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി ഹാജരായിട്ടുള്ള അഭിഭാഷക ഐശ്വര്യ ഭാട്ടിയ കൃത്യമായി പറഞ്ഞത് അത് ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറത്ത് അല്ലെങ്കിൽ അതിന്മേൽ തുടർ നടപടികൾ സ്വീകരിക്കാൻ സംസ്ഥാന സർക്കാർ ഇത്തരത്തിലൊരു നിയമ സംവിധാനം ഉണ്ടാക്കിക്കൊണ്ടുവരുന്നുണ്ട്. അതിന്റെ കാര്യം വിശദീകരിക്കാൻ സമയം വേണം. എങ്കിൽ ആ സമയമാണ് ഈ രണ്ടാഴ്ചയ്ക്കുള്ളിൽ അത് കൃത്യമായി ബോധ്യപ്പെടുത്തുകയും വേണമെന്നാണ് സുപ്രീം കോടതി പറഞ്ഞത്. ആ കാലയളവാണ് സിദ്ദിഖിനെ അതുവരെ അറസ്റ്റ് ഉണ്ടാകരുത്. ഇത് മുകേഷിന്റെ കേസിലും നേരത്തെ പ്രിൻസിപ്പൽ സെഷൻസ് കോടതി അറസ്റ്റ് 5 ദിവസത്തേക്ക് താൽക്കാലികമായി അറസ്റ്റ് തടയണം അല്ലെങ്കിൽ താൽക്കാലികമായി 5 ദിവസത്തേക്ക് അറസ്റ്റ് ചെയ്യരുത് എന്നൊരു നിർദ്ദേശം വെച്ചതും ഇങ്ങനെയാണ്. ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ട, അതായത് ലൈംഗിക ആരോപണ കേസിൽ ഉൾപ്പെട്ടിട്ടുള്ള നടന്മാരെ സംരക്ഷിക്കുന്ന ഒരു നീക്കം സംസ്ഥാനത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നുണ്ട് എന്നുള്ള ആരോപണവും ശക്തമാണ്. അത് മുകേഷ് MLA കാര്യത്തിലും ഇപ്പോൾ സിദ്ദിഖിന്റെ കാര്യത്തിലും ആ നിലപാട് തന്നെ സംസ്ഥാനം സ്വീകരിക്കുന്നു എന്നുള്ള ആരോപണങ്ങളും വിമർശനങ്ങളും ശക്തമാണ്. അത് മാത്രമല്ല സുപ്രീം കോടതി ഇത്തരത്തിൽ ചൂണ്ടിക്കാണിച്ചത് കൊണ്ട് തന്നെ 8 വർഷം മുൻപ് നടന്ന ഒരു സംഭവത്തിൽ ഇവർ പരാതി നൽകിയിരുന്നു എന്നുള്ള കാര്യം വ്യക്തമാണ്. അതിൽ നടപടി സ്വീകരിച്ചിട്ടില്ല. അതെന്തുകൊണ്ട് എന്ന് വ്യക്തമാക്കണം. അതുകൊണ്ട് തന്നെ ഇതിനുശേഷം, അതായത് ഈ ജാമ്യ കാലാവധി തീരുന്ന 2 ആഴ്ചയ്ക്കുള്ളിൽ സുപ്രീം കോടതിയിൽ നിന്ന് ആശ്വാസകരമായ വിധിയുണ്ടായതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ നടൻ സിദ്ദിഖ് പുറത്ത്